ഹലോ, വെൽക്കം ബാക്ക് ടു ജിഞ്ചർഹബ്. ഇന്നത്തെ റെസിപ്പി മാർബിൾ കേക്കാണ്. ടേസ്റ്റി മാർബിൾ കേക്ക് സിമ്പിളായിട്ട് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. മിക്സിയുടെ ജാറിലേക്ക് 2 മുട്ട ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം 1/2 കപ്പ് അൺഫ്ലേവേർഡ് ആയിട്ടുള്ള ഓയിൽ, സൺഫ്ലവർ ഓയിലോ ഒലീവ് ഓയിലോ ആഡ് ചെയ്ത് കൊടുക്കാം. അടുത്തത് 1/4 കപ്പ് മുതൽ 1 കപ്പ് വരെ പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. ഇപ്പോൾ ബ്ലെൻഡ് ചെയ്തെടുത്ത മിക്സ് ഒരു ബൗളിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് അരിച്ചെടുക്കാം. ആദ്യം തന്നെ 1 കപ്പ് മൈദാമാവ് ചേർക്കാം. ശേഷം 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും 3/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും ചേർക്കാം. ടേസ്റ്റ് ഒന്ന് ബാലൻസ് ആവാനായിട്ട് ഒരു നുള്ളു ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഒരു വിസ്കോ ബീറ്ററോ യൂസ് ചെയ്ത് കട്ടകളില്ലാതെ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് ആഡ് ചെയ്ത ശേഷം ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി നമുക്ക് ഇങ്ങനെയാണ് കിട്ടേണ്ടത്. ഈ ചാനൽ ഫസ്റ്റ് ടൈം കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാനും മറക്കല്ലേ. എന്നാലും ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ. ഇനി ഈ ബാറ്റർ 2ആയിട്ട് ഡിവൈഡ് ചെയ്തെടുക്കാം. ഡിവൈഡ് ചെയ്തെടുത്ത ബാറ്ററിലേക്ക് 3 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒരു വിസ്കോ ഒരു ബീറ്ററോ യൂസ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇത് 2 ബാറ്ററും റെഡി ആയിട്ടുണ്ട്. ഇനി ഒരു കേക്ക് മോൾഡ് എടുത്ത് ഒന്ന് ഗ്രീസ് ചെയ്തെടുക്കാം. കേക്ക് മോൾഡിലേക്ക് ബാറ്റർ ഓൾട്ടർനേറ്റീവായിട്ട് ഒഴിച്ചു കൊടുക്കുക. ബാറ്റർ എല്ലാം ഒഴിച്ച് കഴിഞ്ഞതിന് ശേഷം ഇഷ്ടാനുസരണം നമുക്ക് ഡിസൈൻ ചെയ്തെടുക്കാം. ടൂത്ത് പിക്കോ എന്തെങ്കിലും ഇതേപോലത്തെ ഒരു ടൂത്ത് പിക്കോ എന്തെങ്കിലും എടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഡിസൈൻ ചെയ്തെടുക്കാം. എയർ ബബിൾസ് പോകാനായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം കേക്ക് ബേക്ക് ചെയ്തെടുക്കാം. അതിനായിട്ട് ഒരു പാന് 5 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ ചൂടാക്കാൻ വയ്ക്കാം. ഇപ്പോൾ 5 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി കേക്ക് മോൾഡ് വെച്ച് കൊടുക്കാം. ഇനി ഒരു 35 to 40 മിനിറ്റ് ലോ ടു മീഡിയം ഫ്ലെയിമിൽ കുക്ക് ചെയ്യാം. ഇപ്പോൾ 40 മിനിറ്റ് ആയിട്ടുണ്ട്. കേക്ക് നന്നായിട്ട് തന്നെ ബേക്കായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതൊന്നും 10 മിനിറ്റ് തണുത്തതിന് ശേഷം ഡിമോൾഡ് ചെയ്തെടുക്കാം. കേക്ക് ഡീമോൾഡ് ചെയ്തതിന് ശേഷം ഇഷ്ടാനുസരണം കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ എല്ലാവരും തന്നെ ഈ മാർബിൾ കേക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാം.
വീണ്ടും നല്ലൊരു റെസിപ്പി ആയിട്ട് കാണുന്നവരെ ബൈ.